പാപിയാമെന്നെയും ദൈവനീതിയാക്കി മാറ്റി, ദ്രോഹിയാമെന്നെയും നിൻ പ്രിയനാക്കി മാറ്റി. പാപിയാമെന്നെയും ദൈവനീതിയാക്കി മാറ്റി, ദ്രോഹിയാമെന്നെയും നിൻ പ്രിയനാക്കി മാറ്റി. ഓരോന്നായി ധ്യാനിക്കുമ്പോ എൻ ഹേതമെല്ലാം മാറിടും പൂർണ്ണമാ. ഓരോന്നായി ധ്യാനിക്കുമ്പോ എൻ ഹേതമെല്ലാം മാറിടും പൂർണ്ണമാ. ക്രൂശിലെ സ്നേഹത്തെ ഓർക്കുമ്പോ എൻ ഹേതമെല്ലാം മാറിടും പൂർണ്ണമാ. ക്രൂശിലെ സ്നേഹത്തെ ഓർക്കുമ്പോ എൻ ഹേതമെല്ലാം മാറിടും പൂർണ്ണമാ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നത് 60-ാം സങ്കീർത്തനം അതിൻ്റെ 12-ാമത്തെ വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും, അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചുകളയും. നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ കാര്യങ്ങൾ നടക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ നമ്മളെ കൊണ്ട് ഒരു പരിധിക്ക് അപ്പുറത്ത് ഉയരാൻ പറ്റത്തില്ല. കാരണം മനുഷ്യൻ പല പരിമിതികൾക്കകത്ത് നിൽക്കുന്നവനാണ്. പക്ഷേ പരിമിതികളില്ലാത്ത ഒരു ദൈവമുണ്ട്. ആ ദൈവവുമായിട്ട് ഒരുവൻ കണക്റ്റഡ് ആകുമ്പോൾ അവൻ്റെ പരിമിതികൾ മാറുകയും പരിധിയില്ലാത്ത ദൈവ പദ്ധതിയുടെ ഒരു ഭാഗമാകാൻ ആ വ്യക്തിക്ക് കഴിയുകയും ചെയ്യും. ഒരു ആട്ടിടയനായ വെറുക്കപ്പെട്ട ഒരു ചെറുക്കന് എങ്ങനെയാ ഇസ്രായേലിന്റെ രാജാവാകാൻ പറ്റിയത്? ഒരു ചെറിയ കുടിലിൽ ജീവിച്ച ജോസഫിന് എങ്ങനെയാ മിസ്രൈമിൽ രാജാവിൻ്റെ ഒപ്പമുള്ള ആ സിംഹാസനത്തിൽ ഇരിക്കാൻ പറ്റിയത്? ബാബേലിൽ അടിമയായി തുടർന്ന ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യന് എങ്ങനെയാണ് 2 സാമ്രാജ്യങ്ങളുടെ കാലഘട്ടത്തിലും അവരെ നയിക്കുന്ന ഒരു വ്യക്തിയായി തീർന്നത്? ഒറ്റ വാക്കേ ഉള്ളൂ, ദൈവത്താൽ. നിന്റെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും നടക്കുന്നെങ്കിൽ ദൈവത്താൽ നടക്കട്ടെ. ഒത്തിരി ആഗ്രഹങ്ങൾ ഒത്തിരി പേർക്കുണ്ട്, പക്ഷെ അതെല്ലാം വെറും ആഗ്രഹങ്ങളായി ശേഷിക്കുക. പക്ഷേ ദൈവത്തെ കണ്ടുമുട്ടിയ ഒരു വ്യക്തി ഉറപ്പോടെ പറയും, തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം ദൈവം സാധിപ്പിക്കും. എനിക്ക് ഈ വചനം വായിച്ചപ്പോഴും നിങ്ങളോട് പങ്കുവെക്കുവാൻ ബോധ്യം ലഭിച്ചപ്പോഴും കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് അതിശയം വരുന്നു. പരിമിതികളുടെ ലോകത്തിൽ നിന്ന് പരിധിയില്ലാത്ത അനുഗ്രഹത്തിലേക്ക് ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. അതിനൊറ്റ വഴി, ദൈവത്താൽ. ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും. ദാവീദ് പറയുന്നൊരു വാക്ക്, ഞാൻ ദൈവത്താൽ മതിൽ ചാടി കിടക്കും. എന്നെ ഒതുക്കാൻ വെച്ച മതിലുകളുണ്ട്, പക്ഷെ ഞാൻ ദൈവത്താൽ അതിനെ ഓവർകം ചെയ്യും. പൗലോസ് പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണ്. ദൈവം വീണ്ടും പറയുന്നു, ദൈവത്താൽ വീര്യം പ്രവർത്തിക്കും. ഈ പഴയ നിയമ ചരിത്രങ്ങളൊക്കെ നോക്കുമ്പോൾ ദൈവഭക്തന്മാർക്ക് വിരോധമായി അന്ന് മാനുഷിക യുദ്ധങ്ങളാണ് അധികം നമ്മൾ കാണുന്നത്.
പൈശാചിക മണ്ഡലങ്ങൾ മറഞ്ഞാ നിന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മാനുഷിക വ്യക്തികളെ ശത്രുവായി കാണാൻ നമ്മുടെ നസ്രയനായ നമ്മുടെ രക്ഷകൻ നമ്മെ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് നേരെ ഫൈറ്റ് ചെയ്യുന്നത് അദൃശ്യ മണ്ഡലങ്ങളുമായിട്ട്. ഞാനിത് ഇപ്പോൾ ഈ വാക്കൊന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ അന്ന് ദൃശ്യമായ ശത്രുക്കൾ മുമ്പിൽ നിൽക്കുകയാണ്. ഇസ്രായേൽ മക്കളെ ഞെരുക്കിയ മിസ്രയീം എന്ന ഫറവോനും സൈന്യവും ദൈവം അവിടെ വീര്യം പ്രവർത്തിക്കുക. ദാവീദിന് മുമ്പിൽ വെല്ലുവിളിയായി ഗോലിയാത്ത് നിൽക്കുക. അങ്ങനെ ഒത്തിരി ശത്രു നിരകൾ കാണാൻ പറ്റും. പക്ഷെ അവിടെയെല്ലാം ദൈവത്തെ ആശ്രയിച്ചവർ വീര്യം പ്രവർത്തിച്ചു. ശത്രുക്കളെ മെതിച്ചു കളഞ്ഞു. പക്ഷെ ഞാൻ ഇന്ന് ഈ വചനം നിങ്ങൾക്ക് തരുന്നു. മാനുഷികമായൊരു വ്യക്തിയല്ല നിന്റെ ശത്രു ഇന്ന്, മറിച്ച് അന്ധകാര മണ്ഡലങ്ങൾ, ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ, ദുഷ്ടാത്മസേനകൾ, സ്വർലോകത്തിലെ വാഴ്ചകൾ, അങ്ങനെ സാത്താന്യ വ്യൂഹങ്ങൾ ഉണ്ട്. എന്നാൽ നീ ആത്മാവിൽ അതിനെല്ലാം നീ മെതിച്ചു കളയാൻ പോവാണ്. അതിന്മേലെല്ലാം നീ വാഴ്ച നടത്താൻ പോവുകയാണ്. അതിനെയെല്ലാം നീ പുറത്താക്കാൻ പോവുകയാണ്. ദൈവത്താൽ നിന്റെ കുടുംബത്തിനകത്തും നിന്റെ ദേശത്തിനകത്തും ഒക്കെ ഒരു സ്പിരിച്വൽ റിലം നിന്റെ പ്രാർത്ഥന മുറിയിൽ തുറക്കാൻ പോവുകയാണ്. ഞാൻ ആ വചനം തന്ന് നിങ്ങളെ ബലപ്പെടുത്തുന്നു. ദൈവത്താൽ നിങ്ങൾ വീര്യം പ്രവർത്തിക്കാൻ പോവുകയാണ്. ദൈവത്താൽ നിങ്ങൾ മതിൽ ചാടാൻ പോവുകയാണ്. ദൈവത്താൽ നിങ്ങൾ ഉയർച്ച പ്രാപിക്കാൻ പോവുകയാണ്. ദൈവത്താൽ നിങ്ങൾ മഹത്വകരമായ അനുഭവത്തിലേക്ക് നടത്തപ്പെടാൻ പോവുകയാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുപ്പ കർത്താവേ, ഇന്ന് രാവിലെ സമയം അങ്ങയുടെ വചനം ഞങ്ങളെ കേൾപ്പിച്ചതിന് നന്ദി പറയും. വീര്യനാം ദൈവമേ, അങ്ങേ ഞങ്ങൾ ആശ്രയിക്കും. യേശുവെ, അങ്ങ് വീര്യം കർത്താവെ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ബലപ്പെടുത്തുന്നതിന് നന്ദി പറയും. കർത്താവ്, ഞങ്ങളുടെ ദൈവത്താൽ, എൻ്റെ ദൈവത്താൽ ഞങ്ങൾ വീര്യം പ്രവർത്തിക്കും. എൻ്റെ ദൈവത്താൽ ഞങ്ങൾ മതിൽ ചാടി കടക്കും. എൻ്റെ ദൈവത്താൽ ഞങ്ങൾ ശത്രുക്കളെ, കർത്താവെ സാത്താൻ്റെ ശത്രുക്കളെ, കർത്താവ് സാത്താൻ്റെ സകല ശക്തിയെ ഞങ്ങൾ മെതിച്ചു കളയും. കർത്താവെ, അതിനായി നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾക്ക് യേശുവെ അങ്ങ് കർത്താവ് സകലതുമായി ബലമായി ശക്തിയായി വീര്യനാം ദൈവമായിട്ട് ഞങ്ങളോടൊപ്പം ഉള്ളതിന് നന്ദി പറയും. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ മുമ്പാകെ അവരുടെ പ്രശ്നങ്ങൾ കാൽ കീഴിലാകട്ടെ. കർത്താവെ, യേശുവെ വേഗത്തിൽ സാത്താനെ കാൽ കീഴിലാക്കുന്നവൻ, കർത്താവ് ഈ വചനത്തിൻ്റെ ബലത്തിൽ നിന്നുകൊണ്ട് സകല പ്രശ്നങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ കാൽ കീഴിയാകുവാൻ കൽപ്പിക്കും. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തി അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദിവസത്തെ അനുഗ്രഹിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സന്തോഷത്തോടെ നിങ്ങൾ ഈ ദിവസത്തെ എതിരേൽക്കുക. ഇപ്പോൾ പ്രാർത്ഥിച്ചു കേട്ടില്ലേ? വീരനാം ദൈവം കൂടെയുണ്ട്. സ്തോത്രം. സമാധാനത്തിൻ്റെ ദൈവം തന്നെ വേഗത്തിൽ നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങളുടെ കാൽ കീഴിലാക്കും. പാമ്പുകളെയും തേടുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെ ചവിട്ടുവാൻ ദൈവം നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഏറ്റവും മുമ്പിൽ നിൽക്കുന്നെന്ന് തോന്നുന്ന ആ പൈശാചിക മണ്ഡലങ്ങളെ നിങ്ങൾ ജയിക്കാൻ പോവുകയാണ്. മന്ത്രവാദം, ആഭിചാരം തുടങ്ങിയ ഏതെങ്കിലും നിലകളിൽ നിങ്ങളുടെ കുടുംബങ്ങൾ തകർന്നിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഈ വചനം അതിൻ്റെ മുകളിൽ നിങ്ങളെ നിർത്തുന്നതായിരിക്കും. പത്രോസിനെ വെള്ളത്തിൻ്റെ മുകളിൽ നിർത്തിയതുപോലെ നിങ്ങളെ നിർത്തും. നിങ്ങൾ ജയാളിയാകും. ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു, ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ ദിവസത്തെ ഇവർക്ക് അനുഗ്രഹവും നന്മയാക്കി കൊടുക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും എത്തിക്കുക. ഗോഡ് ബ്ലെസ് യു. ഷലോം.